SCERT സ്കൂൾ പാഠപുസ്തകം ഹിസ്റ്ററി 9ാം ക്ലാസ് ഹിസ്റ്ററിയിലെ അധ്യായം 2 ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം ഒരു നോട്ടാണ് തന്നിരിക്കുന്നത്. A.L. ബാഷാം ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, രൂപ ആൻഡ് കമ്പനി 1981 എന്ന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിലെ ചില ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. അത് വായിക്കാം. സിദ്ധാർത്ഥൻ രാജവീതിയിലൂടെ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർത്തും അവശനായ ഒരു വൃദ്ധനെ കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഗുരുതരമായ രോഗം ബാധിച്ച് വിറയ്ക്കുന്ന ഒരു മനുഷ്യനെയും കാണുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ വെള്ളത്തുണി പുതപ്പിച്ച് ചുടുകാട്ടിലേക്ക് വിലപിച്ചുകൊണ്ട് ആളുകൾ ചുമലിലേറ്റിക്കൊണ്ടുപോകുന്ന ഒരു ശവശരീരവും കണ്ടു. വേദനാജനകമായ ഈ കാഴ്ചകൾക്ക് ശേഷം അദ്ദേഹം തെരുവിൽ ഭിക്ഷയെടുക്കുന്ന ഒരു സന്യാസിയെ കാണുകയുണ്ടായി. ഭൗതിക ദുഃഖങ്ങളൊന്നുമില്ലാതെ ശാന്തനായും സന്തോഷത്തോടെയും കാണപ്പെട്ട ഈ സന്യാസി സിദ്ധാർത്ഥനെ ആകർഷിച്ചു. ഇതാണ് അദ്ദേഹത്തെ ശാന്തിയും സമാധാനവും നേടാനുള്ള മാർഗം സന്യാസമാണെന്ന തീരുമാനത്തിൽ എത്തിച്ചത്. A.L. ബാഷാം ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, രൂപ ആൻഡ് കമ്പനി 1981 എന്നെഴുതിയ പുസ്തകത്തിൻ്റെ ഒരു ശകലമാണ് നമ്മളിവിടെ വായിച്ചത്. ഓക്കെ, ഇനി നമ്മൾക്ക് അധ്യായം 2 ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും 9ാം ക്ലാസ് ഹിസ്റ്ററി ചരിത്രത്തിലെ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നോക്കാം. നമുക്ക് PSC റിലേറ്റഡ് ആയിട്ട് ഓഡിയോ ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇത് ടാലൻറ്റ് അക്കാദമിയുടെ അറിവിടം എന്ന ബുക്കിലെ എഴുത്തുകളാണ് നമ്മൾ വായിക്കുന്നത്. ആ ബുക്കിലെ ഭാഗങ്ങളാണ്. മാക്സിമം എല്ലാ ചാപ്റ്റേഴ്സും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഓഡിയോ ക്ലാസ്സുകളാണ് ലഭ്യമായിരിക്കുക. ഓക്കെ, അധ്യായത്തിലേക്ക് പോവാം. സാമൂഹിക അസമത്വങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നു? ഉൽപാദന വർധനവ്, നഗരങ്ങളുടെ വളർച്ച. സാമൂഹിക അസമത്വങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഉൽപാദന വർധനവും നഗരങ്ങളുടെ വളർച്ചയുമായിരുന്നു. ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന കൃതി എഴുതിയതാരാണ്? A.L. ബാഷാം. ശ്രദ്ധിക്കുക, ചെറിയ ചെറിയ ഭാഗങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായിരിക്കും PSC ക്വസ്റ്റ്യൻസ് വരുന്നത്. അതും SCERT റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് ജസ്റ്റ് കേട്ടെങ്കിലും പോവുക. നിങ്ങൾക്ക് അത് എക്സാം ടൈമിൽ അത് ഉപകരിക്കും. ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന കൃതി എഴുതിയതാരാണ്? A.L. ബാഷാം. ഗൗതമ ബുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടം BCE 6ാം നൂറ്റാണ്ടാണ്. ഗൗതമ ബുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടം BCE 6ാം നൂറ്റാണ്ടാണ്. ഗൗതമ ബുദ്ധന്റെ യഥാർത്ഥ നാമം എന്താണ്? സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥൻ എന്നായിരുന്നു ഗൗതമ ബുദ്ധന്റെ യഥാർത്ഥ നാമം. ഗൗതമ ബുദ്ധൻ സന്യാസം സ്വീകരിക്കാനുണ്ടായ കാരണം എന്താണ്? തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ദുഃഖങ്ങൾ കണ്ടിട്ട്. തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ദുഃഖങ്ങൾ കണ്ടിട്ടാണ് ഗൗതമ ബുദ്ധൻ സന്യാസം സ്വീകരിച്ചത്. BCE 6ാം നൂറ്റാണ്ട് ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇന്ത്യയിലെ വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ, ഇറാനിൽ സരതുഷ്ട, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലിറ്റസ് തുടങ്ങിയവർ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലമാണ്. ലോകത്തിലാകമാനം സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ട കാലഘട്ടമാണ്. കൂടാതെ പുതിയ രാഷ്ട്ര സംവിധാനങ്ങൾ നിലവിൽ വന്ന കാലഘട്ടമാണ്. അതുകൊണ്ടൊക്കെയാണ് BCE 6ാം നൂറ്റാണ്ട് ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നത്. എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിൽ ആരായിരുന്നു? വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ, ഇറാനിൽ സരതുഷ്ട, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലിറ്റസ് തുടങ്ങിയവർ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലഘട്ടമാണ് BCE 6ാം നൂറ്റാണ്ട്. കൂടാതെ ലോകത്തിലാകമാനം സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ട കാലഘട്ടമാണ് BCE 6ാം നൂറ്റാണ്ട്. പുതിയ രാഷ്ട്രീയ സംവിധാനങ്ങൾ നിലവിൽ വന്ന കാലഘട്ടമാണ് ഈ BCE 6ാം നൂറ്റാണ്ട്. ഇനി ഗംഗാതടത്തിലെ ആശയ വിപ്ലവം എന്തൊക്കെയാണ് എന്ന് നോക്കാം. BCE 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ പ്രധാനമായി രൂപം കൊണ്ടത് എവിടെയാണ്? ഈ ഗംഗാതടത്തിലാണ്. ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്ക് വഹിച്ചത് നവീന ആശയങ്ങളുടെ വളർച്ചയ്ക്കാണ്. ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം, കാർഷികോൽപാദന വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച. അപ്പോൾ എന്താണ് ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം, കാർഷികോൽപാദന വർധനവ്,
കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച. കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ ഗംഗാതടത്തിൽ ഉയർന്നു വന്നത് BCE 6-ാം നൂറ്റാണ്ടോടെയാണ്. ഈ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ യാഗങ്ങൾക്കും മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്ന വേദകാല ആചാരവുമായി പൊരുത്തപ്പെട്ടതായിരുന്നില്ല. യാഗങ്ങളുടെ ഭാഗമായിട്ട് കന്നുകാലികളെ വ്യാപകമായി ബലി കൊടുക്കുന്നത് അവയെ ആശ്രയിച്ചുള്ള കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ഇത് പ്രേരണയായി. വ്യാപാര പുരോഗതിയിലൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം കൈവന്ന വൈശ്യർ അതിനിണങ്ങുന്ന തരത്തിലുള്ള ഉയർന്ന സാമൂഹിക സ്ഥാനം ആഗ്രഹിച്ചിരുന്നു. BCE 6-ാം നൂറ്റാണ്ടിൽ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്ത് ഉയർന്നു വന്ന ചില വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ധനാഢ്യരായ ഗഹപതികൾ. ആരായിരുന്നു? BCE 6-ാം നൂറ്റാണ്ടിൽ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്ത് ഉയർന്നു വന്ന ചില വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ടവരായിരുന്നു? ധനാഢ്യരായ ഗഹപതികളായിരുന്നു. ഗഹപതികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഇനി ഗഹപതികളെ പറ്റിയാണ് പറയുന്നത്. കച്ചവടമായിരുന്നു മുഖ്യ തൊഴില്. ഭൂമി കൈവശം വച്ചിരുന്നു. സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽ നിന്നവരാണ്. മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം അലങ്കരിച്ചിരുന്നവരാണ്. ഈ ഗഹപതികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? കച്ചവടമായിരുന്നു മുഖ്യ തൊഴിൽ. ഭൂമി കൈവശം വച്ചിരുന്നു. സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽ നിന്നവരാണ്. മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം അലങ്കരിച്ചിരുന്നവരാണ്. ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന പുതിയ ആശയധാരകളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ജൈന ബുദ്ധമത ദർശനങ്ങൾ. വൈശ്യർ, ഗഹപതികൾ തുടങ്ങിയവരുടെ പിന്തുണ ലഭിച്ചിരുന്ന ആശയങ്ങളാണ് ജൈന ബുദ്ധമത ദർശനങ്ങൾ. ഇനി നമുക്ക് ജൈനമതത്തെ പറ്റി നോക്കാം. വർദ്ധമാന മഹാവീരൻ ജനിച്ചത് ജൈനമതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വർദ്ധമാന മഹാവീരൻ. അപ്പോൾ വർദ്ധമാന മഹാവീരൻ ജനിച്ചത് എവിടെയാണ്? ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ്. എവിടെയാണ് വർദ്ധമാന മഹാവീരൻ ജനിച്ചത്? ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ്. ജൈനമത വിശ്വാസ പ്രകാരം എത്രാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ? 24-ാമത്തെയാണ്. ജൈനമത വിശ്വാസ പ്രകാരം എത്രാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ? 24-ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. ഇനി വർദ്ധമാന മഹാവീരനെ പറ്റി നോക്കാം. വൈശാലിയിലാണ് ജനനം. മഹാവീരൻ എന്നും ജിനൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വർദ്ധമാന മഹാവീരന്റെ വേറെ പേരുകളാണ് മഹാവീരനും ജിനനും. പാറ്റ്നയ്ക്ക് സമീപം എന്ന സ്ഥലത്ത് വെച്ച് നിർവ്വാണം പ്രാപിച്ചു. അദ്ദേഹം മരണമടഞ്ഞത് എവിടെ വെച്ചിട്ടാണ്? അല്ലെങ്കിൽ പാട്നയ്ക്ക് സമീപമുള്ള സ്ഥലമാണ് പാവ. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത്. അപ്പോൾ വൈശാലിയിൽ ജനനം, എന്ന സ്ഥലം പാട്നയ്ക്ക് സമീപമാണ്. അവിടെ നിർവ്വാണം ചെയ്തു. അദ്ദേഹത്തിന്റെ മറ്റു പേരുകളാണ് മഹാവീരൻ എന്നും ജിനൻ എന്നും. വർദ്ധമാന മഹാവീരന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി തീർത്ഥങ്കരന്മാരെ പറ്റി നോക്കാം. തീർത്ഥങ്കരൻ എന്ന വാക്കിന്റെ അർത്ഥം സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ്. തീർത്ഥങ്കരൻ എന്ന വാക്കിന് അർത്ഥം എന്താണ്? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ്. ജൈനമത വിശ്വാസ പ്രകാരമുള്ള തീർത്ഥങ്കരന്മാരുടെ എണ്ണം 24 എത്ര തീർത്ഥങ്കരന്മാരാണ് ജൈനമത വിശ്വാസ പ്രകാരം ഉള്ളത്? 24 അതിൽ 24-ാമത്തെ ആളാണ് ആര്? വർദ്ധമാന മഹാവീരൻ. ഒന്നാമത്തെ തീർത്ഥങ്കരന്റെ പേര് ഋഷഭദേവൻ എന്നാണ്. 23-ാമത്തെ, അതായത് വർദ്ധമാന മഹാവീരന്റെ തൊട്ടു മുൻപത്തെ തീർത്ഥങ്കരന്റെ പേര് പാർശ്വനാഥൻ എന്നാണ്. 24-ാമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരൻ ആരാണ്? വർദ്ധമാന മഹാവീരനാണ്. ആരുടെ ആശയങ്ങളോട് തന്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്താണ് മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത്? പാർശ്വനാഥനായിരുന്നു ഇദ്ദേഹത്തിന്റെ മുൻഗാമി. ആരുടെ? വർദ്ധമാന മഹാവീരന്റെ മുൻഗാമിയായിരുന്നു പാർശ്വനാഥൻ. അദ്ദേഹമായിരുന്നു 23-ാമത്തെ തീർത്ഥങ്കരൻ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളതിൽ ആകെ 3 ആളെനെ പറ്റിയിട്ടാണ് പറയണുള്ളൂ. ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവൻ, 23-ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥൻ, 24-ാമത്തെ അവസാനത്തെയും തീർത്ഥങ്കരൻ വർദ്ധമാന മഹാവീരൻ. ഇദ്ദേഹം പാർശ്വനാഥന്റെ ആശയങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് മഹാവീരൻ ജൈനമത ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചത്. ഇനി വേദങ്ങളുടെ ആധികാരികതയെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായി മുന്നോട്ട് വെച്ച 3 തത്വങ്ങളാണ് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. അപ്പോൾ ശ്രദ്ധിക്കുക, മഹാവീരന്റെ ആശയങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തത്വങ്ങളാണ്
തത്വങ്ങളാണ്. വേദങ്ങളുടെ ആധികാരികതേനെയൊക്കെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായിട്ട് മുന്നോട്ട് വെച്ച 3 തത്വങ്ങളാണ് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ. മഹാവീരൻ മുന്നോട്ട് വെച്ച ഈ 3 തത്വങ്ങൾ അറിയപ്പെടുന്നത് ത്രിരത്നങ്ങൾ എന്നാണ്. എന്താണ് ഈ 3 തത്വങ്ങൾ? മഹാവീരൻ മുന്നോട്ട് വെച്ച ഈ 3 തത്വങ്ങൾ അറിയപ്പെടുന്നത് ത്രിരത്നങ്ങൾ എന്നാണ്. മഹാവീരൻ തന്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ച ഭാഷ പ്രാകൃത ഭാഷയാണ്. ശ്രദ്ധിക്കുക, പ്രാകൃത ഭാഷയിലാണ് മഹാവീരൻ തന്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത്. ജൈനമതപ്രകാരം സന്യാസിമാരും സന്യാസിനികളും അനുഷ്ഠിക്കേണ്ടിയിരുന്ന 5 വ്രതങ്ങളെ പറ്റി നോക്കാം. ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. ജൈനമത പ്രകാരം സന്യാസിമാരും സന്യാസിനികളും അനുഷ്ഠിക്കേണ്ടിയിരുന്ന 5 വ്രതങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. ഇനി 3 എന്താണ് ത്രിരത്നങ്ങൾ എന്തൊക്കെയായിരുന്നു മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായി മുന്നോട്ട് വെച്ചത്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇതെന്തായിരുന്നു? അനുഷ്ഠിക്കേണ്ടിയിരുന്ന സന്യാസിമാരും സന്യാസിനിമാരും ജൈനമത പ്രകാരം അനുഷ്ഠിക്കേണ്ടിയിരുന്ന 5 വ്രതങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. ഇനി ജൈനമത ആശയങ്ങൾ നമുക്ക് നോക്കാം. 3 എണ്ണമാണ് വരുന്നത്. ജൈനമത ആശയങ്ങൾ 3 എണ്ണമാണ്. എന്തൊക്കെയാണ്? ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. 2 എന്താണ്? ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. 3 ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ജൈനമത ആശയങ്ങൾ 3 എണ്ണമാണ്. എന്തൊക്കെയാണ്? ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി പിൽക്കാലത്ത് രൂപപ്പെട്ട ജൈനമതത്തിലെ 2 വിഭാഗങ്ങളാണ് ശ്വേതംബരന്മാരും ദിഗംബരന്മാരും. ഇന്ത്യൻ തത്വചിന്തയെ സ്വാധീനിച്ച ജൈനമതം ഊന്നൽ നൽകിയ തത്വം അഹിംസയായിരുന്നു. കേരളവും ജൈനമതവും തമ്മിൽ കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ച ജൈനമതം കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രം എവിടെയാണ്? വയനാടാണ്. ശ്രദ്ധിക്കുക, ജില്ലയുമായി ബന്ധപ്പെട്ട് വയനാടുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പഠിക്കേണ്ട കാര്യം തന്നെയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രം എവിടെയായിരുന്നു? വയനാടായിരുന്നു. ജൈനമത ശേഷിപ്പുകളായ ക്ഷേത്രങ്ങൾ ഇപ്പോഴും എവിടെ നിലനിൽക്കുന്നുണ്ട്? വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ദുഃഖങ്ങളുടെ കാരണം തേടിയ ഗൗതമ ബുദ്ധൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഗൗതമ ബുദ്ധന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ബുദ്ധന്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു. വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും ബുദ്ധൻ നിരാകരിച്ചു. ബുദ്ധൻ മുന്നോട്ട് വെച്ച ഗംഗാതടത്തിലെ പുതിയ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന ആശയമായിരുന്നു അഹിംസ. കാർഷിക വൃത്തിയിൽ കൃഷിക്കായി നിലമൊരുക്കാനും കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാനും കന്നുകാലികൾ ആവശ്യമായിരുന്നു. യാഗങ്ങളിൽ കന്നുകാലികളെ വ്യാപകമായി ബലി നൽകിയത് കൃഷിയെയും ചരക്ക് നീക്കത്തെയും പ്രതികൂലമായി ബാധിച്ചു. യാഗങ്ങൾക്കെതിരായ ബുദ്ധന്റെ നിലപാട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരെ എന്തുണ്ടായി? ആകർഷിച്ചു. സാധാരണക്കാരന്റെ ഭാഷയായിരുന്ന ഏത് ഭാഷയാണ് ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത്? പാലി ഭാഷ. അപ്പോൾ നമ്മുടെ മഹാവീരൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ ജൈനമതവുമായിട്ട് ജനങ്ങളുമായിട്ട് പങ്കുവച്ച ഭാഷ എന്തായിരുന്നു? പ്രാകൃത ഭാഷയായിരുന്നു. എന്നാൽ ബുദ്ധന്റെ ഭാഷ ഏതായിരുന്നു? ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച ഭാഷ ഏതായിരുന്നു? പാലി ഭാഷയായിരുന്നു. ശ്രദ്ധിക്കുക, മറ്റേത് പ്രാകൃത ഭാഷയാണ്, ഇത് പാലി ഭാഷയാണ്. ഇനി ബുദ്ധന്റെ തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു? ജീവിതം ദുഃഖമയമാണ്, ആശയാണ് ദുഃഖത്തിന് കാരണം, ആശയെ നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതാകും, ഇതിന് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം എന്നൊക്കെയായിരുന്നു ഈ ബുദ്ധന്റെ തത്വങ്ങൾ. എന്തൊക്കെയാണ്? ജീവിതം ദുഃഖമയമാണ്, ഈ ദുഃഖത്തിന് കാരണം എന്താണ്? ആശയാണ് ദുഃഖത്തിന് കാരണം, ആശയെ നശിപ്പിച്ചാൽ ദുഃഖമില്ലാതാകും, ഇതിന് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം. എന്തായിരുന്നു ഈ അഷ്ടാംഗമാർഗം? അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അഷ്ടാംഗമാർഗം എന്താണ്? അഷ്ടാംഗമാർഗത്തിന് മധ്യമാർഗം എന്നും അറിയപ്പെടുന്നുണ്ട്. അഷ്ടാംഗമാർഗം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്?
8 ഉണ്ടാവുക കേട്ടോ. അഷ്ടം എന്ന് പറഞ്ഞാൽ 8 8 കാര്യങ്ങളാണ്. ഈ അഷ്ടാംഗ മാർഗ്ഗമാണ് ബുദ്ധന്റെ തത്വങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. എന്താണ്? ശരിയായ വീക്ഷണം, ശരിയായ വാക്ക്, ശരിയായ ജീവിതം, ശരിയായ സ്മരണ, ശരിയായ ചിന്ത, ശരിയായ പ്രവൃത്തി, ശരിയായ പരിശ്രമം, ശരിയായ ധ്യാനം. ഇതൊക്കെയായിരുന്നു അഷ്ടാംഗ മാർഗങ്ങൾ. എന്തൊക്കെയായിരുന്നു? 8 എന്തൊക്കെയാണ്? ശരിയായ വീക്ഷണം, ശരിയായ വാക്ക്, ശരിയായ ജീവിതം, ശരിയായ സ്മരണ, ശരിയായ ചിന്ത, ശരിയായ പ്രവൃത്തി, ശരിയായ പരിശ്രമം, ശരിയായ ധ്യാനം. ഈ അഷ്ടാംഗ മാർഗത്തിനെ മധ്യമാർഗം എന്നും അറിയപ്പെടുന്നുണ്ട്. മധ്യമാർഗത്തെ പറ്റി ഒന്ന് നോക്കാം. ഒരു വ്യക്തി കഠിനമായ സന്യാസം സ്വീകരിക്കുന്നതിനെ ബുദ്ധൻ വിലക്കുന്നുണ്ട്. അതുപോലെ ആർഭാട ജീവിതം നയിക്കുന്നതിനെയും ബുദ്ധൻ നിരാകരിക്കുന്നു. രണ്ടിനും ഇടയിലുള്ള മധ്യമാർഗത്തെയാണ് ബുദ്ധൻ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അഷ്ടാംഗ മാർഗത്തിനെ മധ്യമാർഗം എന്നുകൂടി അറിയപ്പെടുന്നത്. എന്തായിരുന്നു മധ്യമാർഗം എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ്? ഒരു വ്യക്തി കഠിനമായ സന്യാസം സ്വീകരിക്കുന്നതിനെ ബുദ്ധൻ വിലക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർഭാട ജീവിതം നയിക്കുന്നതിനെയും ബുദ്ധൻ നിരാകരിക്കുന്നുണ്ട്. രണ്ടിനിടയിലുള്ള മധ്യമാർഗം ആയതുകൊണ്ടാണ് ഈ അഷ്ടാംഗ മാർഗത്തിനെ മധ്യമാർഗം എന്ന് അറിയപ്പെടുന്നത്. അഷ്ടാംഗ മാർഗം എന്തൊക്കെയായിരുന്നു ബുദ്ധന്റെ തത്വങ്ങൾ? ജീവിതം ദുഃഖമയമാണ്, ആശയാണ് ദുഃഖത്തിന് കാരണം, ആശയെ നശിപ്പിച്ചാൽ ദുഃഖമില്ലാതാകും, ഇതിന് അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം. അഷ്ടാംഗ മാർഗം എന്തൊക്കെയായിരുന്നു? ശരിയായ വീക്ഷണം, ശരിയായ വാക്ക്, ശരിയായ ജീവിതം, ശരിയായ സ്മരണ, ശരിയായ ചിന്ത, ശരിയായ പ്രവൃത്തി, ശരിയായ പരിശ്രമം, ശരിയായ ധ്യാനം. അഷ്ടാംഗ മാർഗത്തിനെ മധ്യമാർഗം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ദീർഘനികായയിൽ ശ്രീബുദ്ധന്റെ ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങളിൽ 31-ാമത്തെ സൂക്തത്തിൽ ബുദ്ധമതത്തിൽ പുതുതായി ചേർന്ന യുവാവിനോട് ശ്രീബുദ്ധൻ പറയുന്നത് ഇപ്രകാരമാണ്: കുടുംബജീവിതത്തിൽ പുരുഷനും സ്ത്രീയും പരസ്പര ആദരവോടെ ജീവിക്കേണ്ടതും രണ്ടുപേരും തങ്ങളുടേതായ ചുമതലകൾ കൃത്യമായി നിർവഹിക്കേണ്ടതുമുണ്ട്. ഇതുകൂടാതെ തൊഴിലുടമകൾ തങ്ങളുടെ സേവകരോടും തൊഴിലാളികളോടും മര്യാദയോടെ പെരുമാറണം. അവരുടെ ശാരീരിക ക്ഷമതയിലും കൂടുതൽ ഭാരമുള്ള ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അവർക്ക് ആവശ്യമായ ആഹാരവും ന്യായമായ കൂലിയും നൽകണം. ശാരീരിക മാനസിക അവശതകളിൽ അവരെ സംരക്ഷിക്കണം. തൊഴിലാളികളാവട്ടെ അവരുടെ ന്യായമായ വേതനത്തിൽ തൃപ്തരായി നന്നായി ജോലി ചെയ്യണം. തങ്ങളുടെ തൊഴിലുടമയുടെ അന്തസ്സ് നിലനിർത്തണം. ഈ ഒരു തത്വങ്ങളെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ യുവാവിനോട് ശ്രീബുദ്ധൻ പറഞ്ഞത് ഇപ്രകാരമാണ്. ഇതിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ അഹിംസ അല്ലെങ്കിൽ സാമൂഹിക മനോഭാവം, അതുപോലെ തൊഴിലാളികളോടും അതുപോലെ ഉടമകളോടും പുലർത്തുന്ന നീതി, അതുപോലെ കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വീക്ഷണം എല്ലാതും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഗൗതമ ബുദ്ധനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എന്തായിരുന്നു ഗൗതമ ബുദ്ധന്റെ ശരിയായ പേര് അല്ലെങ്കിൽ യഥാർത്ഥ പേര്? സിദ്ധാർത്ഥൻ എന്നാണ്. നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിലാണ് ജനിച്ചത്. ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ച് ബോധോദയം നേടി. സാരാനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടത്തി. കുശിനാരയിൽ കുശിനഗരത്തിൽ വെച്ച് നിർവ്വാണം പ്രാപിച്ചു. അപ്പോൾ സിദ്ധാർത്ഥൻ എന്നാണ് ഗൗതമ ബുദ്ധന്റെ യഥാർത്ഥ പേര്. നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിലാണ് ജനിച്ചത്. ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ച് ബോധോദയം നേടി. സാരാനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം. അപ്പൊ ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ആദ്യം എവിടെ വെച്ചിട്ടാണ് ഗൗതമ ബുദ്ധന്റെ ആദ്യ പ്രഭാഷണം? എവിടെയാണ്? സാരാനാഥിൽ വെച്ചാണ്. ഇനി കുശിനഗരത്തിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്, നിർവ്വാണം പ്രാപിച്ചത്. ഇനി സ്തൂപങ്ങളെ പറ്റി നോക്കാം. ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ. എന്താണ് സ്തൂപങ്ങൾ? ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ. സ്തൂപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അർദ്ധവൃത്താകൃതിയിലാണ്. കൊത്തുപണികളാൽ സമ്പന്നമാണ് സ്തൂപങ്ങൾ. സാഞ്ചി, സാരാനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങൾ പ്രസിദ്ധമാണ്. ബുദ്ധമത പ്രചരണത്തിനായി സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. ജാതി എന്താണ്? ബുദ്ധമത പ്രചാരണത്തിനായി സന്യാസിമാരുടെ എന്താണ് രൂപീകരിച്ചിരുന്നത്? സംഘങ്ങളാണ് രൂപീകരിച്ചിരുന്നത്. ജാതിലിംഗ പരിഗണനകൾ ഒന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടത്. എന്താണ്? സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടത്. ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയും ആയിരുന്നു സംഘങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത്. പിൽക്കാലത്ത് ബുദ്ധമതം മഹായാനം, ഹീനയാനം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. പിൽക്കാലത്ത് ബുദ്ധമതം രണ്ടായി പിരിഞ്ഞു. എങ്ങനെയാണ്? മഹായാനം അതുപോലെ ഹീനയാനം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിഞ്ഞു.
ബുദ്ധനെ ദൈവമായി ആരാധിച്ചിരുന്നവരാണ് മഹായാനക്കാര്. സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകരമായത് ബുദ്ധമത സംഘത്തിന്റെ പ്രവർത്തന രീതിയാണ്. ബുദ്ധമത പ്രചാരണത്തിനായി സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. അതിന്റെ പ്രവർത്തന രീതിയാണ് സമൂഹത്തിലെ ജനാധിപത്യ ബോധവും മൂല്യബോധവും ഒക്കെ വളർത്തുന്നതിന് സഹായകരമായത്. സന്യാസി സംഘത്തെക്കുറിച്ചുള്ള ബുദ്ധന്റെ അഭിപ്രായം എന്തായിരുന്നു? നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടെ ഒന്നാവുകയും അവയുടെ പേരുകൾ നഷ്ടമാവുകയും ചെയ്യുന്നത് പോലെ ഒരാള് ബുദ്ധ സന്യാസി സംഘത്തിൽ അംഗമാകുന്നതോടെ അയാളുടെ ജാതിയും പദവിയും കുടുംബവും മറക്കുന്നു. അപ്പോൾ സന്യാസി സംഘത്തെക്കുറിച്ചുള്ള ബുദ്ധന്റെ അഭിപ്രായമാണ് എന്താണ്? നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടെ ഒന്നാവുകയും അവയുടെ പേരുകൾ നഷ്ടമാവുകയും ചെയ്യുന്നത് പോലെ ഒരാള് ബുദ്ധ സന്യാസി സംഘത്തിൽ അംഗമാകുന്നതോടെ അയാളുടെ ജാതിയും പദവിയും കുടുംബവും മറക്കുന്നു. ഇനി ലോകം ഇന്ത്യയെ അറിയാൻ തുടങ്ങുകയാണ്. പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിയുന്നത് ബുദ്ധമതത്തിലൂടെയാണ്. ബുദ്ധമതം പ്രചരിപ്പിച്ചിരുന്ന പ്രദേശങ്ങളാണ് ചൈന, ജപ്പാൻ, ബർമ്മ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്ക് കിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക. ബുദ്ധമതം പ്രചരിച്ചിരുന്ന പ്രദേശങ്ങൾ എവിടേക്കായിരുന്നു? ചൈന, ജപ്പാൻ, ബർമ്മ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്ക് കിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക. ഇനി ഭൗതികവാദം എന്താണ് എന്ന് നോക്കാം. പ്രാചീന കാലം മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രധാന പ്രത്യേകതയാണ് വ്യത്യസ്ത ആശയധാരകൾ ഉയർന്നു വന്നത്. BCE 6-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ആശയാധാരങ്ങളിൽ ഒന്നായിരുന്നു ഭൗതികവാദം. ഭൗതികവാദ ചിന്താധാരയുടെ പ്രചാരകൻ അജിത കേശകമ്പളിൻ ആണ്. ശ്രദ്ധിക്കുക, ഭൗതികവാദ ചിന്താധാരയുടെ പ്രചാരകൻ ആരാണ്? അജിത കേശകമ്പളിൻ ബുദ്ധന്റെ സമകാലീനനായിരുന്നു. എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം, പരലോകം എന്നിവയില്ലെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. ഭൗതികവാദികൾ ഇങ്ങനെ പറഞ്ഞു: മനുഷ്യർ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അവർ മരിക്കുമ്പോൾ അവരിലെ ഖരാംശം ഭൂമിയിൽ ലയിക്കുന്നു, ദ്രവാംശം വെള്ളത്തിലും, ചൂട് തീയിലും, ശ്വാസം വായുവിലും, ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുന്നു. എന്താണ് ഭൗതികവാദികളുടെ അഭിപ്രായം? മനുഷ്യർ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അവർ മരിക്കുമ്പോൾ അവരിലെ ഖരാംശം ഭൂമിയിൽ ലയിക്കുന്നു, ദ്രവാംശം വെള്ളത്തിലും, ചൂട് തീയിലും, ശ്വാസം വായുവിലും, ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുന്നു. കേരളവും ബുദ്ധമതവും. ബുദ്ധവിശ്വാസങ്ങൾ കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. പുരാതന തമിഴ് കൃതിയായ മണിമേഖലയിലെ നായികയായ മണിമേഖല ബുദ്ധമതം സ്വീകരിക്കുന്നതായാണ് പറയുന്നത്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബുദ്ധമത പ്രതിമകളും മറ്റ് ചില ശേഷിപ്പുകളും ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ചില വാക്കുകളും സ്ഥലനാമങ്ങളും ബുദ്ധമത സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതാണ്. ജൈന ബുദ്ധ ദർശനങ്ങൾ കേരളത്തിൽ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതൊരു ടീച്ചേഴ്സ് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ജൈന ബുദ്ധമത ദർശനങ്ങൾ കേരളത്തിൽ എത്തിയത് BCE 3-ാം നൂറ്റാണ്ടോടെയാണ്. പ്രദേശത്തെ നിരവധി ഭരണാധികാരികളെ ഈ ദർശനങ്ങൾ സ്വാധീനിക്കുകയും ജൈന ബുദ്ധ വിഹാരങ്ങൾ സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. വാസ്തുവിദ്യാ ശൈലികളിലും ക്ഷേത്ര വാസ്തുവിദ്യയുടെ രൂപകൽപ്പനയിലും ജൈന ദർശനത്തിന്റെ അനിഷേധ്യമായ സ്വാധീനം തിരിച്ചറിയാൻ കഴിയും. ആയുർവേദ വൈദ്യശാസ്ത്രം പ്രോത്സാഹിപ്പിച്ചത് ബുദ്ധദർശനക്കാരാണ്. ബുദ്ധദർശനക്കാർ പ്രോത്സാഹിപ്പിച്ച വൈദ്യശാസ്ത്രം ആയുർവേദ വൈദ്യശാസ്ത്രമാണ്. ബുദ്ധദർശനക്കാർ പ്രോത്സാഹിപ്പിച്ച വൈദ്യശാസ്ത്രം ഏതാണ്? ആയുർവേദ വൈദ്യശാസ്ത്രമാണ്. കേരളത്തിലെ പ്രദേശങ്ങളിൽ സാക്ഷരതയും വിജ്ഞാനവും വികസിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ദർശനമാണ് ബുദ്ധദർശനം. അടുത്തത് മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങളെ പറ്റിയാണ്. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അമ്മമാരായിട്ടുള്ള PSC ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവർക്കത് അടുക്കളയിൽ പണി ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കത് കേട്ട് പഠിക്കാനായിട്ട് ഉപകാരപ്പെടും. ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ കേട്ടതിൽ. ഇനി അടുത്ത ഭാഗങ്ങളായിട്ട് നമ്മളൊരു പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. SCERT 9th എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ പഴയ SCERT ബുക്ക് പഴയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് SCERT 9th സ്റ്റാൻഡേർഡിൻ്റെ പുതിയ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്രമമായിട്ടായിരിക്കും നമ്മൾ പാർട്ടുകളായിട്ടായിരിക്കും ഇടുക. ഒന്നാമത്തെ പാഠം നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ചാപ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മൂന്നോ നാലോ പാർട്ടുകളായിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഉള്ളൂ. ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ്
കണ്ടിന്യൂസ് ആയിട്ട് ലഭിച്ചിരിക്കും. നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യണതാണ്. എല്ലാവരും കേൾക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കേട്ട് പഠിക്കാൻ മാത്രമാണ് ഉപകരിക്കുള്ളൂ. ക്യാപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ യൂട്യൂബിൻ്റെ മുകളിൽ ക്യാപ്ഷൻ CC എന്ന് പറയുന്ന ഭാഗം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മലയാളത്തിൽ എഴുതിയ രീതിയിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.